ബാഹുബലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മുട്ടയ്ക്കാട് ശ്രീ കുന്നിയൂട് കണ്ടൻ ശാസ്താ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം സഹകരണത്തോടു കൂടിയിട്ട് മുട്ടയ്ക്കാട് കടവുമൂല കായൽക്കരയിൽ വെച്ച് വർഷം തോറും നടത്തി വരാറുള്ള ബാഹുബലി ആഘോഷം വളരെ ഭംഗിയായ രീതിയിൽ ഇപ്രാവശ്യവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ആഘോഷത്തിന് എല്ലാവിധ സഹായങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും രാവിലെ മുതൽ തന്നെ 2 ആയുർവേദ മെഡിക്കൽ ആളുകളും അതുപോലെ തന്നെ ഹോമിയോയുടെ ആളുകളും ഒക്കെ തന്നെ അവരുടെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുകയും വേണ്ട വൈദ്യസഹായങ്ങൾ കൃത്യമായി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ ഈ ബാഹുബലി ആഘോഷം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഈ കായൽക്കരയിൽ സംഘടിപ്പിക്കുവാനായിട്ട് ഇവരുടെ എല്ലാം വളരെയേറെ സഹായവും സഹകരണവും നമുക്കുണ്ടായി. പഞ്ചായത്ത് തല യോഗം വിളിച്ചുകൂട്ടി പഞ്ചായത്തിൻ്റെ ഒരു പരിപാടിയായിട്ട് തന്നെ ഈ ബാഹുബലി ആഘോഷത്തെ മാറ്റിയെടുക്കുകയും ബാഹുബലി ആഘോഷത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പഞ്ചായത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടത്തുവാൻ വേണ്ടിയിട്ട് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് കാണിച്ച ശുഷ്കാന്തിയെ ഞങ്ങൾ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. നേരത്തെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പോലീസുകാരുടെയും ഫയർഫോഴ്സിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്ത യോഗം കൂടുകയും ഇന്ന് നടക്കുന്ന ബലിതർപ്പണത്തിന് തർപ്പണത്തിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അവിടെ തന്നെ നമ്മുടെ വിഴിഞ്ഞം ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും നമ്മോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അവിടെ സഹകരണത്തിന്റെ ഫലമായിട്ട് നമുക്ക് പ്രായമായവര് കായൽക്കരയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവരെ പിടിച്ചു കയറ്റുന്നതിനും അവരെ സുരക്ഷിതസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലേക്കും ഫയർഫോഴ്സിന്റെ സഹകരണം നല്ല രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിന്റെ ഭാഗമായിട്ട് കായലായതുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തലിന് വേണ്ടി നമ്മൾ വോളണ്ടിയേഴ്സിനെ നമ്മൾ പ്രദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രായമായവരും പ്രായം കുറഞ്ഞവരുൾപ്പെടെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വളരെ അപകട സാധ്യത വളരെ കുറവാണ്. കാരണം ക്ഷേത്ര കമ്മിറ്റി തന്നെ മുൻകൂട്ടി അതിനു വേണ്ടിയുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതായത് ആ കാണുന്ന ആ ബോർഡറിനപ്പുറം ആർക്കും അങ്ങോട്ടാരും പോയി ബലിയിടുന്നില്ല, ബലിയിട്ട് തർപ്പിക്കുന്നില്ല. ഇവിടെ ഈ കാണുന്ന ഇത്ര ഏരിയ മാത്രമാണ് ഈ ഭാഗത്തുള്ളത്. അതുകൊണ്ട് അപകട സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റി അതിനുവേണ്ടി മുൻകൂട്ടി തന്നെ ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജോലി വളരെ എളുപ്പമാണ്. നിലവിലെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മറ്റു സ്ഥലങ്ങളെ പോലെ ഇവിടെ പടിയല്ല എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ വഴിക്ക് വീഴാനുള്ള സാധ്യത ഒത്തിരി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് സിവിൽ ഡിഫൻസും പോലീസിലെ ഉദ്യോഗസ്ഥരും ബാക്കി എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ എല്ലാ വിഭാഗക്കാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ വർഷത്തെ ഈ ബലി തർപ്പണത്തിന് എല്ലാവിധ സഹകരണം എല്ലാവരുടെയും ഉണ്ടായിരുന്നു.